ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് മുട്ടയില്ലാതെ മുട്ടയപ്പം റെഡിയാക്കിയാലോ? അപ്പോൾ അതിനു വേണ്ടി 1.5 കപ്പ് പച്ചരി തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കിത് പിറ്റേ ദിവസം രാവിലെ വെള്ളം മാറ്റിയിട്ട് പച്ചരി മാത്രം ഇട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് അരയാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. തിക്നെസ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാകും. നമ്മുടെ ഈ ബാറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ബാറ്ററാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇതപ്പോൾ മുട്ടയില്ലാതെ തന്നെ മുട്ടയപ്പം റെഡിയാക്കാവുന്ന ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് എണ്ണ ചേർത്ത് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും ഓരോ തവി മാവ് ഇതേപോലെ നമുക്ക് കോരിയെടുത്ത് ഒഴിക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് മൊരിച്ചെടുക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതെല്ലാം തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു അളവിൽ നമുക്കൊരു 12 മുതൽ 15 വരെ മുട്ടയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ കാണിച്ച പോലെ തവയിൽ ബാറ്റർ എടുത്ത് ഇതേപോലെ കോരി ഒഴിച്ചാൽ മതിയാകും. കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. നല്ലപോലെ ഒന്ന് പൊങ്ങി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ടും കൊടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. തലേ ദിവസമൊക്കെ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. തേങ്ങയും മുട്ടയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ എണ്ണയൊന്നും ഇതിലധികം പിടിക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത്. ഇങ്ങനെ 2 വശവും ഇതേപോലെ ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഇതിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇതങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയ മുട്ടയില്ലാത്ത മുട്ടയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണിത്. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തലേദിവസം രാത്രി പച്ചരി വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അപ്പത്തിന് ഞാൻ സൈഡായിട്ട് കറി എടുത്തിരിക്കുന്നത് കടലക്കറിയാണ്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള കടലക്കറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് സ്പൈസി ആയിട്ടുള്ള കടലക്കറിയാണിത്. ഈ മുട്ടയപ്പത്തിന് പറ്റിയൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള കറിയാണ്. നോൺ വെജ് കറികളുടെ ഒപ്പം നല്ല അടിപൊളി കോംബോ തന്നെയാണ് ഈ മുട്ടയപ്പം. ഞാനിതെപ്പോഴും കഴിക്കണത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് പകുതിയായിട്ട് ഇതേപോലെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കടലക്കറി ഫില്ല് ചെയ്യും, എന്നിട്ട് നേരെ വായിലോട്ടിടും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.